നമ്മൾ ആദ്യം ഡൽഹിയിലേക്കാണ് പോകുന്നത്. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ സമരം ചെയ്യുന്ന കർഷകർ ഇന്ന് ഡൽഹിയിലേക്ക് നീങ്ങി തുടങ്ങും. ഇന്ന് രാവിലെ 11 മണിക്ക് ഡൽഹി ചലോ മാർച്ച് ആരംഭിക്കുമെന്നാണ് കർഷകരുടെ പ്രഖ്യാപനം. കർഷകരുടെ നീക്കങ്ങൾ തടയാൻ കർശനമായ നിയന്ത്രണങ്ങളാണ് പോലീസ് ഹരിയാന അതിർത്തിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ കർഷകർ തമ്പടിച്ചിരിക്കുന്നത് ശംഭു അതിർത്തിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നിതിൻ അംബുജൻ നേരിട്ട് ഈ പ്രോഗ്രാമിൽ ചേരുന്നു. അതേപോലെ ഡൽഹിയിൽ നിന്ന് സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഡൽഹി കനത്ത സുരക്ഷയിലാണ് എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കനത്ത സുരക്ഷയെക്കുറിച്ച് പറയാൻ രാധാകൃഷ്ണൻ രാജ്യതലസ്ഥാനത്ത് നമുക്കൊപ്പം ചേരും. ആദ്യം നിതിൻ അംബുജനിലേക്ക്. നിതിൻ, ഗുഡ് മോർണിംഗ്. ആൻഡ് രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. നിതിൻ, എന്തൊക്കെയാണ് ശംഭു അതിർത്തിയിൽ ഇന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളത്? കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങും എന്ന് ഉറപ്പാണോ 11 മണിക്ക്? ഈ മാസം 13-നാണ് കർഷക സമരം ആരംഭിച്ചത്. അന്ന് തന്നെ ശംഭു അതിർത്തിയിൽ കർഷകർ എത്തിയിരുന്നു. അന്ന് വലിയ സംഘർഷം പോലീസുമായി ഉണ്ടായി. പിന്നീട് 2 ദിവസം ശംഭു അതിർത്തിയിലുള്ള കാഴ്ചകൾ വലിയ സംഘർഷത്തിൻ്റെതായിരുന്നു. പോലീസ് വലിയ നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കെട്ടിയിരുന്നു. ഇവയെല്ലാം തന്നെ മറികടന്ന് ഡൽഹിയിലേക്ക് പോകുമെന്ന പ്രഖ്യാപനം തന്നെയാണ് കർഷകരുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. 4 തവണ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി. ഈ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് പിന്നീട് എന്തായാലും ഡൽഹിയിലേക്ക് പോകുമെന്ന പ്രഖ്യാപനം കർഷകർ നടത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിക്ക് ഡൽഹിയിലേക്ക് നീങ്ങുമെന്നാണ് കർഷകർ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി എല്ലാവിധ തയ്യാറെടുപ്പുകളും കർഷകർ സ്വീകരിച്ചു. ഇന്നലെ തന്നെ ഡൽഹിയിലേക്ക് നീങ്ങുവാനായി പ്രത്യേകം സജ്ജമാക്കിയ JCBകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ JCB കൊണ്ട് ആദ്യം പോലീസിന്റെ ബാരിക്കേഡ് മറികടക്കും. അതിനുശേഷം മുള്ളുവേലി സ്ഥാപിച്ച ബാരിക്കേഡും മറികടന്ന് പിന്നീട് ഈ ട്രാക്ടറുകൾ ഓരോന്നായി ഡൽഹിയിലേക്ക് പോകുവാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന്റെ എല്ലാവിധ തയ്യാറെടുപ്പുകളും കർഷകർ സ്വീകരിച്ചു എന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരുമായി 4 തവണ ചർച്ച നടത്തി. ഈ ചർച്ചയിലൊന്നും തന്നെ പരിഹാരമാകാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് തങ്ങൾ ഡൽഹിയിലേക്ക് പോകുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണെന്ന പ്രഖ്യാപനം അവർ നടത്തിയിട്ടുണ്ട്. അതായത് തങ്ങൾ രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നോട്ട് പോകും. പോലീസിന്റെ എല്ലാവിധ നിയന്ത്രണങ്ങളെയും മറികടക്കാൻ പാകത്തിലുള്ള തയ്യാറെടുപ്പുകൾ തങ്ങൾ സ്വീകരിച്ചു എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. आप दिल्ली जा रहे आज? हाँ जी जावांगे जरूर। कितना बजे? 11 बजे की कॉल है। पुलिस का बहुत बड़ा बैरिकेड है। कोई गल नहीं ट्रैक्टर से चलेगा। भुखे रह गए, लड़ाइयां ही ते सब कुछ खान पीन दे रजन दे, रोटी पानी ना सब कुछ मिल दिया सानू। साडे वड्डियां ने भुखे रह गए, लड़ाइयां लड़के जित्तियां वा। कोई गल नहीं, जावांगे दिल्ली। कुछ दर्द नहीं है? कोई दर्द नहीं जी, सरकारां दा दर्द है, अपने दर्द है ਜਿਹੜੇ ਦੇਣ ਦੇ ਸਾਨੂੰ ਨਾਲ ਰੱਖਿਆ ਵਾ ਪੰਜਾਬ ਨੂੰ ਤੇ ਧੋਖਾ ਕਾਂਡੇ ਸਾਡੇ ਨਾਲ। ਦਰਦ ਹੈਗਾ ਬਹੁਤ ਵੱਡਾ, ਇਹਨਾਂ ਨਾਲ ਰਹੇ ਅਸੀਂ, പാകിസ്ഥാൻ ਨਾਲ नहीं गए। എന്തായാലും രാവിലെ 11 മണിക്ക് തന്നെ പോകുമെന്നാണ്. आप कहां से आ रहे हैं? पंजाब अमृतसर ഒരു കർഷകൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് 1500-ലധികം ട്രാക്ടറുകൾ ശംഭു അതിർത്തിയിൽ 13-ാം തീയതി മുതൽ തന്നെ നിലയുറപ്പിച്ചിരുന്നു. പിന്നീട് നമ്മൾ കണ്ട കാഴ്ച, ഓരോ ദിവസവും അമൃത്സറിനും ലുധിയാനയിൽ നിന്നും ജലന്ധറിൽ നിന്നും അടക്കം നിരവധി ട്രാക്ടറുകൾ ഇവിടെ വന്ന് നിലയുറപ്പിക്കുന്നതായിരുന്നു ശംഭു അതിർത്തിയിൽ. അതായത് ഹരിയാന പഞ്ചാബ് അതിർത്തിയായ ശംഭുവിൽ ഈ ദേശീയപാതയുടെ ഒരു വശം മുഴുവൻ ട്രാക്ടറുകൾ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യം. ഇന്ന് പോലീസിന്റെ ഭാഗത്തുനിന്നെല്ലാം തന്നെ കടുത്ത നിയന്ത്രണമെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും JCBകൾ, അതോടൊപ്പം തന്നെ പ്രത്യേക സജ്ജമാക്കിയ ട്രാക്ടറുകൾ, ഇവയെല്ലാം കൊണ്ടുവന്ന് തന്നെ ഈ പോലീസിന്റെ നിയന്ത്രണങ്ങളെ മറികടക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പോലീസിന്റെ കണ്ണീർവാതക ഷെല്ലുകളെല്ലാം തന്നെ എങ്ങനെ പ്രതിരോധിച്ചു എന്നുള്ളത് ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടിരുന്നു. നനഞ്ഞ ചാക്കുകൾ കൊണ്ട് ഈ പോലീസിന്റെ കണ്ണീർവാതക ഷെല്ലുകളിൽ നിന്നുള്ള അതിനെ മറികടക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ അവർ ഉപയോഗിച്ചു. പിന്നീട് ആ ഷെല്ലുകൾ തിരിച്ച് പോലീസ് നേരെ പ്രയോഗിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടിരിക്കുന്നത്. മാത്രമല്ല ഡ്രോൺ മുഖേനയുള്ള പോലീസിന്റെ കണ്ണീർവാതക ഷെല്ലുകളെ പട്ടം ഉപയോഗിച്ചാണ് പോലീസിന്റെ ഡ്രോണുകളെ കർഷകർ തുരത്തിയത്. അങ്ങനെ ഏതെല്ലാം വിധേനെ ഇതെല്ലാം പ്രതിരോധിക്കാൻ കഴിയുമോ അതെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഒരു തരത്തിലും ഭയപ്പെടുന്നില്ല. കാരണം ഈ പോലീസിന്റെ നിയന്ത്രണങ്ങളെ മറികടന്ന് തന്നെയാണ് സിംഗു അതിർത്തിയിൽ കഴിഞ്ഞ 3 വർഷം മുൻപ് ഐതിഹാസികമായ സമരം നടത്തിയത്. സമാനമായ നിലയിൽ തന്നെ കേന്ദ്ര സർക്കാർ എന്ന് വഴങ്ങുന്നോ അന്ന് ഈ സമരം അവസാനിപ്പിക്കും എന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 23 വിളകൾക്കും താങ്ങുവില ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം വേണം എന്നൊരു ആവശ്യമാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ മറ്റു ചില ആവശ്യങ്ങളുണ്ട്. കാർഷിക കടങ്ങൾ, അതോടൊപ്പം ലഖിംപൂർ ഖേരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കുക, അങ്ങനെ നിരവധി ആവശ്യങ്ങളുണ്ട്. ഇതിലെല്ലാം തന്നെ ചർച്ച നടത്തി കേന്ദ്ര സർക്കാർ ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ആ നിർദ്ദേശം തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഏത് നിലയിൽ കേന്ദ്ര സർക്കാർ ഇത് പരിഹരിക്കാൻ ശ്രമം നടത്തുന്നു അതിനെല്ലാം തന്നെ തങ്ങൾ തുറന്ന മനസ്സോടെ സ്വീകരിക്കും. പക്ഷേ
നിയമനിർമ്മാണം എന്ന ആവശ്യം പിന്നോട്ടില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് കർഷകർ. എന്തായാലും ഒരുപക്ഷെ ശംഭു അതിർത്തിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് കർഷക സമരം ആരംഭിക്കുമ്പോൾ വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾക്ക് പോകാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് അതിർത്തിയിൽ ഇപ്പോൾ ഉള്ളത്. പോലീസും കർഷകരും മുഖാമുഖം ഏതാണ്ട് ശംഭു അതിർത്തിയിൽ 9 ദിവസമായി മുഖാമുഖം നിൽക്കുകയാണ്. പല ദിവസങ്ങളിലും പോലീസിനെ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും തങ്ങൾ പിന്നോട്ട് പോകില്ലെന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതേ സാഹചര്യമാണ് ഇപ്പോഴും ശംഭു അതിർത്തിയിൽ ഉള്ളത്. SKN. ഓക്കെ, താങ്ക് യു. നിതിൻ അംബുജനാണ് കർഷകർ തമ്പടിച്ചിരിക്കുന്ന ശംഭു അതിർത്തിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇനി ഡൽഹി കനത്ത സുരക്ഷയിലാണ്. കാര്യം ഇന്ന് 11 മണിക്ക് ഡൽഹി ചലോ എന്ന മാർച്ചിൽ പങ്കെടുത്ത് കർഷകർ ട്രാക്ടറുമായി മഹാനഗരം കീഴടക്കുമെന്നുള്ള വാർത്ത വരുമ്പോൾ ഡൽഹിയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, ഡൽഹിയിൽ സുരക്ഷാ വലയം ഭേദിച്ച് കർഷകർക്ക് സമരം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ എന്തെങ്കിലും ഉണ്ടോ? SKN, ഡൽഹിയിൽ ഈ അതിർത്തികൾ 5 എണ്ണമാണുള്ളത്. ഡൽഹി മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 5 ഇടങ്ങളാണുള്ളത്. ഈ 5 ഇടങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ഒരുക്കങ്ങൾ പോലീസ് ഈ മാർച്ചിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മേഖലയായിട്ടുള്ള ഗാസിപൂർ, സിംഗു അടക്കമുള്ള അതിർത്തികളിൽ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ മേഖലകളിൽ ഇന്റർനെറ്റിൻ്റെത് അടക്കമുള്ള നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്ന വിധത്തിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഗാസിപൂർ അതിർത്തിയിലാണ്. ഒരുപക്ഷെ ഇതിന് തൊട്ട് മുകളിലായിട്ടാണ് പോലീസ് അതിന്റെ ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. നമുക്കവിടെ ഈ ഇന്റർനെറ്റിന്റെ ചില നിയന്ത്രണങ്ങൾ വന്നതിന് തുടർച്ചയായിട്ട് നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നൽകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ മേഖലയിൽ നിൽക്കുന്നത്. തൊട്ടടുത്ത് തന്നെ അവിടെ നിന്ന് വാഹനങ്ങളെല്ലാം ഈ ഡൽഹി അതിർത്തി കടത്തി വിടുന്നത് പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. ഏതെങ്കിലും വിധത്തിൽ വലിയ വാഹനങ്ങൾ, ട്രക്കുകൾ ഇവയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ ദൂരെ തന്നെ തടഞ്ഞു നിർത്തിയിട്ട് പരിശോധിച്ച് അതിൽ ഏതെങ്കിലും വിധത്തിൽ ഈ സമരവുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഇല്ല, അല്ലെങ്കിൽ സമരത്തിന് സഹായകമാകുന്ന ഏതെങ്കിലും വിധത്തിലുള്ള വസ്തുക്കൾ ഡൽഹിയിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമമാണ് എന്നത് അല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ഈ അതിർത്തിയിലേക്ക് കടത്തി വിടുന്നത്. ഏതാണ്ട് 11 മണിയോടുകൂടി വലിയ രീതിയിലുള്ള അർദ്ധസൈനിക വിന്യാസം ഇവിടേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ അർദ്ധസൈനിക വിഭാഗങ്ങളെ എല്ലാ അതിർത്തികളിലും വിന്യസിച്ച് ഈ സമരം ഡൽഹിയിലേക്ക് വ്യാപിപ്പിക്കാനായിട്ടുള്ള നീക്കം, അതിന് ഒരു സാധ്യതയും നൽകാത്ത വിധത്തിൽ പ്രതിരോധിക്കുക എന്ന ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. വളരെ വലിയ രീതിയിൽ ഗാസിപൂരാണ് കഴിഞ്ഞ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കർഷകർ തമ്പടിച്ച ഒരു മേഖലയായിട്ട് ഉള്ളത്. ദേശീയപാതയിലും ഒക്കെ ഈ വാഹന ഗതാഗതം ഒക്കെ തടയുന്ന വിധത്തിലായിരുന്നു അവർക്ക് ഇവിടെ താമസിക്കാൻ അന്ന് അങ്ങനെ സാധിച്ചിരുന്നു. ഇതൊന്നും സാധിക്കാത്ത വിധത്തിലുള്ള നടപടികളാണ് ഇന്ന് പോലീസ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ. എന്തായാലും 11 മണിയോടെ ഡൽഹി ചലോ എന്ന മാർച്ചിൽ പങ്കെടുത്ത കർഷകർ ട്രാക്ടറുമായി ഡൽഹിക്ക് തിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. എന്നാൽ ഡൽഹിയിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കാതിരിക്കാൻ എല്ലാവിധമായ മുന്നൊരുക്കങ്ങളും സർക്കാർ ചെയ്തിട്ടും ഉണ്ട്. പക്ഷേ കർഷകർ ഈ വലയം ഭേദിക്കുമോ എന്ന് അറിയാൻ നമ്മൾ കുറച്ച് മണിക്കൂർ കൂടി കാത്തിരിക്കേണ്ടി വരും.